രാഷ്ട്രീയ ലക്ഷ്യം വിജയകരമായി പൂർത്തീകരിച്ച ആഗോള അയ്യപ്പ സംഗമം. വിമർശകർക്ക് വിശദമായ മറുപടി കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തത്. 3 സെഷനുകളിൽ നടന്ന ചർച്ചയിലെ നിർദ്ദേശങ്ങൾ സർക്കാരിനും ദേവസ്വം ബോർഡിനും കൈമാറി. നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ 18-അംഗ സമിതിക്കും രൂപം നൽകി. കുടിലാഗ്രകേശം ശാസ്താരം ഇഷ്ടവരദം ശരണം പ്രപദ്യേ ധർമ്മശാസ്താരം ഇഷ്ടവരദം ശരണം പ്രപദ്യേ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ പ്രാർത്ഥനയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരികൊളുത്തിയതോടെയാണ് സർക്കാരിന്റെ അഭിമാന പരിപാടിയായ ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമായത്. വേദിയിൽ ശ്രദ്ധേയ സാന്നിധ്യമായത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാറുമാണ്. ഉദ്ഘാടന പ്രസംഗത്തിൽ വിമർശകർക്കും മാധ്യമങ്ങൾക്കുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചു. ശബരിമലയുടേത് മതാതീത ആത്മീയതയാണ്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമം തടയാൻ നിക്ഷിപ്ത താത്പര്യക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞെന്ന് RSSനെ ലക്ഷ്യമിട്ട് പിണറായി പറഞ്ഞു. ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി. അത് നമുക്ക് ബാധകമല്ല. ആ വഴിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി. ക്ഷേത്രങ്ങളുടെ പണം സർക്കാർ അപഹരിക്കുന്നുവെന്ന RSS പ്രചാരണത്തിനും പമ്പയുടെ മണ്ണിൽ തന്നെ പിണറായി മറുപടി പറഞ്ഞു. 2016 മുതൽ ദേവസ്വം സ്ഥാപനങ്ങൾക്കായി സർക്കാർ അങ്ങോട്ട് കൊടുത്തത് 650 കോടിയാണെന്ന് പിണറായി പറഞ്ഞു. ഭക്തരുടെ പരിവേഷമണിഞ്ഞു വരുന്നവരെ കരുതിയിരിക്കണമെന്ന് പറയാൻ പിണറായി ഉദ്ധരിച്ചത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. വകുപ്പുകൾ സംഘടിപ്പിച്ച സെമിനാറിനെ ന്യൂനപക്ഷ സംഗമമെന്ന് വ്യാഖ്യാനിച്ച മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കണക്കിന് വിമർശിച്ചു. ബോധപൂർവം നുണ പ്രചരിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ ആ നുണ പ്രചരിപ്പിക്കുന്നൊരു കലയായിട്ട് സ്വീകരിച്ചവരാണ്. ശബരി റെയിലിന് സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കുന്നുവെന്ന വാദത്തിന് എന്തടിസ്ഥാനമെന്ന് മാധ്യമങ്ങളോട് പിണറായി ചോദിച്ചു. ശബരിമല വിമാനത്താവളവും ശബരിമല മാസ്റ്റർ പ്ലാനും അടക്കം വികസന പദ്ധതികൾ മുഖ്യമന്ത്രി വിശദമായി വിശദീകരിച്ചു. സംഗമത്തിന് NSSന്റെ ആശംസകൾ M സംഗീത് കുമാർ നേർന്നു. ആഗോള അയ്യപ്പ സംഗമം തീർച്ചയായിട്ടും ശബരിമല ദർശനത്തിനും ശബരിമലയുടെ വികസനത്തിനും ശബരിമല എത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം തീർച്ചയായിട്ടും അത് ഉപകരിക്കും. പ്രസംഗത്തിലും പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും സർക്കാരിനെ വെള്ളാപ്പള്ളി വാനോളം പുകഴ്ത്തി. പിണറായി അയ്യപ്പ ഭക്തനാണെന്നും വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അത് കൈ കൊടുത്ത് ഞാൻ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ, അത് എന്നെ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ, എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. ഇനി അടുത്ത തവണ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വേറെ ആരെങ്കിലും അങ്ങനത്തെ കാര്യമില്ല. അവൻ പണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും പോയി പിണറായി തന്നെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ലേ, പിന്നെ ഭക്തനല്ലെങ്കിൽ വരാതിരിക്കുക. ഇവർക്കെല്ലാം മനസ്സഭക്തിയാണെന്ന്. ഇപ്പൊ തന്നെ അയ്യപ്പനല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചത്. ഇന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാരും സിനിമാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും സാമുദായിക നേതാക്കളും സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, പമ്പ.